അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മരിച്ചവരുടെ ഇടയിൽ ജീവനുള്ളവനെ തിരയുന്നൊരു വലിയ സമൂഹം ഉള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും നമ്മൾ ഈ മരിച്ചവരുടെ ഇടയിലല്ല നമ്മൾ കിടക്കുന്നത്. നമ്മൾ ജീവനുള്ളവരെ ആരാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ ജീവൻ വ്യാപരിക്കണം. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ സ്നേഹത്തിൽ, നമ്മുടെ കൊടുക്കൽ വാങ്ങൽ, നമ്മുടെ ഇടപാടുകളിൽ, നമ്മുടെ ദൈനംദിന ജീവിതത്തിലെല്ലാം ഈ ജീവനുള്ളവൻ്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിലേ ഈ നമ്മുടെ ചുറ്റുമുള്ളവർ ഉയർത്തവനെ നമ്മളിലൂടെ അവർ കാണത്തുള്ളൂ പ്രിയപ്പെട്ടവരെ. എത്ര പേരൊരു തീരുമാനമെടുക്കും, കർത്താവേ എൻ്റെ ജീവിതത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ് ക്രിസ്തുവിനെ കർത്താവ് കാണിച്ചു കൊടുക്കുവാൻ എൻ്റെ ജീവനെ ഞാനിതാ കർത്താവ്, എൻ്റെ ജീവിതം, എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ ആയുസ്സിനെ ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറയുന്ന ഒന്ന് വായി തുറന്ന്, നാഥാ നീ എന്നെ ജീവിപ്പിച്ചതിനായിട്ട് സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ ആരാധിക്കുവാൻ, ആ കർത്താവിനെ എൻ്റെ സ്വന്തം അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ആ പദവി എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം.